കെനിയയിലുണ്ടായ വാഹനാപകടത്തിന്റെ വാർത്തയിലേക്കാണ്. നേരത്തെ 6 പേർ മരിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ മരിച്ചവരിൽ 2 പേർ മലയാളികളാണ് എന്നൊരു വാർത്ത വരികയാണ്. മരിച്ചത് പാലക്കാട് സ്വദേശികളായ റിയ, മകൾ ഡെയ്റ എന്നിവരാണ്. റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഗൂഗിൾ VS ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗൂഗിൾ, അവിടെ ജോലി ചെയ്യുന്നവരാണോ ഈ മലയാളികൾ? എത്ര നാളായി അവിടെ അങ്ങനെയെങ്കിൽ ഉണ്ട്? എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 പേർ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വിവരം വന്നു. ഇപ്പോൾ 2 പേർ അതിൽ മലയാളികളാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. നാട്ടിലേക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? അതായത് ഇവർ താമസിക്കുന്നത് ഖത്തറിലാണ്. കുറെ നാളുകളായി ഖത്തറിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5-ാം തീയതി വിനോദയാത്രയ്ക്കായിട്ടാണ് ഇവർ കെനിയയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇന്നലെ വൈകിട്ട് ഈ വാഹനാപകടം ഉണ്ടാവുകയും അതിൽ 2 പേർ മരിച്ചു. 2 പേർ പാലക്കാട് മങ്കരയ്ക്ക് അടുത്തുള്ള മണ്ണൂർ സ്വദേശികളാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. കെനിയയിൽ വെച്ചാണ് ഈ വാഹനാപകടം ഉണ്ടായത്. ബസ് തലകീഴായി മറിയുകയായിരുന്നു. റിയ, ഡെയ്റ എന്നിങ്ങനെ 2 പേരാണ് മരിച്ചത്. ഇവിടെ ഈ റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലുമുണ്ട്. കെനിയയിൽ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് ഈ അപകടമുണ്ടായ വാർത്ത അറിഞ്ഞിരുന്നു. അപ്പോഴും ഇതിൽ മലയാളികൾ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീട്ടുകാർക്ക് ഈ വിവരം ലഭ്യമായിരിക്കുന്നു. വീട്ടുകാരെ ഇത്തരത്തിൽ അധികൃതർ വിളിച്ചറിയിച്ചു. ഇത്തരത്തിൽ അപകടമുണ്ടായി, അതിൽ ഇവർ 2 പേരും മരിച്ചു എന്നുള്ള വിവരം ഏതായാലും വീട്ടുകാരെ വിളിച്ചറിയിച്ചു. വീട്ടുകാർക്ക് വിവരം ലഭിച്ചു. ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ 2 പേർ ഇപ്പോൾ ചികിത്സയിലുമുണ്ട്. അതായത് ഗൃഹനാഥന്റെയും മകന്റെയും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഇപ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടെ നിന്നും തിരികെ എത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊക്കെ എത്ര സമയം എടുത്തേക്കാമെന്നാണ് എംബസിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴും നാട്ടിലെ ബന്ധുക്കൾക്കൊക്കെ വിവരം ലഭ്യമാകുന്നത്? അതിൽ 1-ലധികം ദിവസം ഒരുപക്ഷെ ഇവരുടെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് കെനിയയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. അതിൽ ഭർത്താവ് ജോയലിനും മകനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ട്രാവൽസിനും പരിക്കേറ്റിരുന്നു. ഈ പരിക്ക് സംബന്ധിച്ച ചികിത്സ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ വീട്ടുകാർ അത് അറിയിച്ചിരിക്കണം. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇതിൽ 2 മരണം ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതായത് ജോയലിന്റെ ഭാര്യ റിയയും മകൾ ഡൈറയുമാണ് മരിച്ചത്. 7 വയസ്സാണ് കുഞ്ഞിന് പ്രായം. റിയയ്ക്ക് 41 വയസ്സ് പ്രായം. ഇവർ ഖത്തറിലാണ് കുറെ നാളുകളായി താമസിച്ചിരുന്നത്.